ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം വിനീതമായി അറിയിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായമാണ്. ഈ 16-ാം അധ്യായത്തില് കർത്താവ് ആദ്യം പറയുന്നത്, ധനവാനായ മനുഷ്യന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥത അല്ലെങ്കിൽ തൻ്റെ ധനം കൈകാര്യം ചെയ്തതിനു വേണ്ടി അവനെ പരിമേൽപ്പിച്ചിരുന്നു. എന്നാൽ അവൻ അവിശ്വസ്തമായി അത് കൈകാര്യം ചെയ്യുന്നുവെന്ന് പരാതി കിട്ടിയപ്പോൾ അദ്ദേഹം ആ കാര്യസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അതറിഞ്ഞ കാര്യസ്ഥൻ ബുദ്ധിപൂർവം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. നമ്മളെയും ദൈവം സഭയിൽ അംഗമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരായി ഈ സഭയിൽ നിൽക്കുവാനും പ്രവർത്തിക്കുവാനുമാണ്. 1 പത്രോസ് 4:10 പത്രോസ് ശ്ലീഹ പറയുന്നു, ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. ഓരോരുത്തരും തനിക്ക് കിട്ടിയതായ ദാനം അഥവാ ഉത്തരവാദിത്വത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. അപ്പം നമ്മളെയും ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരായി ഓരോ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. അത് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളാവാം. ആ മേഖലകളിലൊക്കെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും നീതിബോധത്തോടും കൂടി നമുക്ക് പ്രവർത്തിക്കാൻ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ യജമാനൻ അവനെ പിരിച്ചുവിടുവാൻ ആഗ്രഹിച്ചപ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് അവനിങ്ങനെ ചിന്തിക്കുന്നു. അതിൻ്റെ 3-ാം വാക്യത്തിൽ, കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിട്ടാൽ ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ രീതിയിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. കിളപ്പാൻ പ്രാപ്തിയില്ലാത്ത, ഇരപ്പാൻ നാണിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഒക്കെ അഭിമുഖീകരിക്കുന്ന മനുഷ്യരുണ്ട്. അവരെ നമ്മൾ സഹായിക്കേണ്ടതാണ്. അത് പോട്ടെ, അപ്പം അതല്ലല്ലോ വിഷയം. ഈ മനുഷ്യനെ ബുദ്ധിപൂർവം ചില കാര്യങ്ങൾ ചെയ്യും. അവൻ എന്ത് ചെയ്തു? യജമാനനോട് കടം വാങ്ങി കഴിഞ്ഞാൽ ആളുകളെ വിളിച്ചിട്ട്, എണ്ണയും ഗോതമ്പും അക്കാലത്തെ സമ്പാദ്യങ്ങളാണല്ലോ, അത് വാങ്ങിയ ആളുകൾക്ക് അത് കുറച്ചു കൊടുത്തു. വാസ്തവത്തിൽ അവൻ ചെയ്യുന്ന തെറ്റാണ്. യജമാനന്റെ സമ്പത്ത് തന്നെ അവൻ ഇവിടെ ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ കർത്താവ് ഇവനെ ഇവിടെ അഭിനന്ദിക്കാൻ കാരണം, അല്ലെങ്കിൽ ആ യജമാനൻ ഇവൻ ബുദ്ധിപൂർവം ചെയ്തു എന്ന് പറയാൻ കാരണം, അവൻ കൗശലമാണ് കാണിച്ചതെങ്കിലും അവൻ്റെ ആ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനത്തെയാണ് ഇവിടെ ശ്ലാഘിക്കുന്നത്. പക്ഷെ കർത്താവ് ഇവിടെ അന്ന് പറയുന്നുണ്ട്, അതായത് ഈ ലോകത്തിൻ്റെ മക്കൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രകാശത്തിൻ്റെ മക്കളായ നമ്മളെ ഏൽപ്പിച്ചതായ ദൗത്യം നമ്മൾ വേണ്ട രീതിയിൽ ബുദ്ധിപൂർവം അല്ലെങ്കിൽ നമ്മളത് വിനിമയം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ കഴിവുകൾ, സാഹചര്യങ്ങളൊക്കെയും ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ ഉത്തരവാദിത്വങ്ങളും അല്ലെങ്കിൽ അതിനുള്ളതായ സാഹചര്യങ്ങളുമാണ്. അത് നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗം ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ആ സ്ഥാനത്തിന് യോഗ്യരല്ല എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഒരു ദാസന് ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. നമ്മളിത് നേരത്തെ ഇത് ചിന്തിച്ചതാണ്. ദൈവത്തെയും ദ്രവ്യത്തെയും ഒരുപോലെ സേവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ രണ്ടിനെയും ഒരുപോലെ നമ്മൾ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ ഒരാളെ പകച്ച് മറ്റാളെ നമ്മൾ സ്നേഹിക്കും. അതുകൊണ്ട് ഈ സമ്പത്ത് അതിൽ തന്നെ ദോഷമല്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. എന്നാൽ അതിനോടുള്ള നമ്മുടെ മനോഭാവം, വിനിമയം നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മളത് സൂക്ഷിച്ച് അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ മനുഷ്യൻ ലോകപരമായ
കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ പോലും ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്തപ്പോൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി, അതിൻ്റെ ഉത്തരവാദികളായി ഈ ഭൂമിയിൽ നമ്മളെ അയച്ചിരിക്കുന്ന ദൈവസന്നിധിയിൽ നാം എത്രമാത്രം ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ലഭിച്ചതായ ആ ഉത്തരവാദിത്വം വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ നമ്മളത് ദുർവ്യയം ചെയ്ത് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവസ്ഥാനത്തിൽ ആ കണക്ക് നമ്മൾ ബോധിപ്പിക്കേണ്ടി വരും. 19 മുതലുള്ള വാക്യങ്ങളിൽ ധനവാന്റെയും ലാസറിന്റെയും ഒരു ഉപമയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ധനവാനായ മനുഷ്യൻ അവന്റെ സമ്പത്ത് കൊണ്ട് അവൻ സുഭിക്ഷമായി ആർഭാടപൂർവം അവൻ ജീവിച്ച ഒരു മനുഷ്യനാണ്. അവന്റെ വീടിൻ്റെ ആ പടിക്കൽ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ, ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഉണ്ട്. ഇവിടെ ഈ ധനവാന്റെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല കർത്താവ്, അവന്റെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല. എന്നാൽ ഈ ദരിദ്രന്റെ പേരിലൂടെ, കുഷ്ഠരോഗിയുടെ പേരിലൂടെ പരാമർശിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഈ ധനവാനായ മനുഷ്യൻ ഇവിടെ വാസ്തവത്തിൽ ചെയ്ത തെറ്റെന്താണ്? നമുക്ക് ഈ ഒരു കഥ നമ്മൾ വായിക്കുമ്പോൾ, യേശു തമ്പുരാൻ പറഞ്ഞ ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ധനവാനെ ഒരു ദുഷ്ട മനുഷ്യനായും ആ കുഷ്ഠരോഗിയായിരിക്കുന്ന ആ മനുഷ്യനെ നമ്മളൊരു നല്ല മനുഷ്യനായി നമ്മൾ കാണാറുണ്ട്. നമ്മൾ ധനവാനെ അത്രമാത്രം കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുക, ആ മനുഷ്യന്റെ വീട്ടുവാതുക്കലാണ് കുഷ്ഠരോഗി കിടന്നത്. നമ്മുടെ ആരുടെയെങ്കിലും വീടിൻ്റെ വാതുക്കൽ ഇങ്ങനെയൊരു കുഷ്ഠരോഗി വന്ന് സ്ഥിരമായിട്ട് താമസിക്കാൻ ഒരുങ്ങിയാൽ നമ്മൾ അനുവദിക്കുമോ? കുഷ്ഠരോഗിയോട്ടെ ഏത് രോഗമുള്ളവനുമായോട്ടെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ നമ്മൾ ആരും അനുവദിക്കില്ല. നമ്മൾ പലരെ സഹായിക്കുന്നുണ്ടാവും, രോഗമുള്ളവനെയും ഇല്ലാത്തവനെയും പ്രശ്നങ്ങളുള്ളവനെയും ഒക്കെ നമ്മൾ നമ്മുടേതായ സംഭാവനകൾ നൽകി എത്രയും വേഗം അവരെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. 2, ഈ മനുഷ്യൻ ഭക്ഷിച്ച ഭക്ഷണം എവിടുത്തെയാണ്? ഈ ധനവാന്റെ ഭവനത്തിൽ മിച്ചം വരുന്ന ഭക്ഷണമാണ് അവൻ കഴിച്ചുകൊണ്ടിരുന്നത്. വേറെ അവന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ അവിടെ ആരുമില്ലല്ലോ. ഇനി അവന്റെ മുറിവുകളൊക്കെ അവൻ കെട്ടിയിരുന്നതായ ആ വസ്ത്രം, പഴയ വസ്ത്രം അവൻ എവിടെ നിന്നാണ് കിട്ടിയത്? അതെല്ലാം ഈ ധനവാന്റെ വീട്ടിലെ അല്ലേ? ധനവാൻ എല്ലാ ദിവസവും രാവിലെ പടിക്കലൂടെ പോകുമ്പോൾ ഈ ലാസറിനെ കണ്ടിട്ടുണ്ടാവാം, അവനോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ടാവാം, നിന്റെ മുറിവുകൾ എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവാം. അത്രയും നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നിട്ട് ഈ മനുഷ്യൻ നരകത്തിൽ പോകുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഈ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? അവൻ ചെയ്ത തെറ്റ്, അവന് തുല്യമായി ഈ രോഗിയെ അവൻ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അവന്റെ സാഹചര്യത്തിൽ ഇവന്റെ മിച്ചം വന്നതുകൊണ്ടാണ് അവന് എല്ലാം കൊടുത്തിരുന്നത്. അവനൊരിക്കലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല, അവിടെ താമസിക്കേണ്ടെന്ന് ഈ മനുഷ്യൻ പറയുന്നില്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ ധനവാനായ മനുഷ്യനേക്കാൾ എത്രയോ ഹീനമായ രീതിയിലാണ് നമ്മുടെ ദൗത്യത്തെ നമ്മൾ വിനിയോഗിക്കുന്നത്. അപ്പൊ നമ്മളെക്കാൾ എത്രയോ ഭേദമായിരുന്നു ഈ ധനവാൻ എന്ന മനുഷ്യൻ എന്ന ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ അവന് പോലും സ്വർഗരാജ്യം ഇവിടെ ലഭ്യമാകുന്നില്ല. കാരണം അവനെ പോലെ അവൻ ആ രോഗിയെ സ്നേഹിച്ചില്ല എന്നുള്ളതാണ് കാരണം. അവനെ പോലെ സ്നേഹിച്ചില്ല. അപ്പൊ ന്യായവിധിയുടെ മാനദണ്ഡമായിട്ട് കർത്താവ് കാണുന്നത്, നേരത്തെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. എനിക്ക് വിശന്നു, ദാഹിച്ചു, ഞാൻ തടവിലായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എനിക്കിത് തന്നു, എന്നെ സ്നേഹിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പം കർത്താവ് അവിടെ പറയുന്നു, അവൻ പറഞ്ഞു, കർത്താവേ നിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല, ഞങ്ങൾ എപ്പോഴാണ് നിനക്ക് തന്നത്? കർത്താവ് പറയുന്നു, നിങ്ങൾ എളിയവനെ ചെയ്തതൊക്കെ എനിക്ക് ചെയ്തു. മറ്റ് ആളുകളോട് പറയുന്നു, നിങ്ങൾ ഇതൊന്നും ചെയ്തില്ല. അവർ പറഞ്ഞു,
നീ അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല. അപ്പോൾ കർത്താവ് അവളോട് പറയുന്നുണ്ട്, എളിയവന് ചെയ്യാതിരുന്നത് എനിക്ക് ചെയ്യാതിരുന്നു എന്നാണ്. അപ്പം നമ്മൾ ഈ ഒരു കർത്താവ് പറഞ്ഞ ഈ ഒരു സാദൃശ്യം, ഈ ഒരു ഉപമ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറെ ഇത് ചിന്തിപ്പിക്കേണ്ടതാണ്. ഇനിയും ഈ അധ്യായത്തിൽ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിൽ ഈ ദുഷ്ടനായ മനുഷ്യൻ അബ്രാഹാമിന്റെ മടിയിൽ മറ്റേ ലാസറിനെ കാണുന്നുണ്ട്. ഒരിടയിൽ ഒരു വലിയ വിടവുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഒന്നുമല്ലെങ്കിൽ ഈ ദുഷ്ടനായ മനുഷ്യന് അവിടെ കിടക്കുമ്പോൾ പോലും അവന്റെ ഭവനത്തിലുള്ളവരെ കുറിച്ച് ചിന്തയുണ്ട്. അപ്പം വാങ്ങിപ്പോകുന്നവർക്ക് ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള എല്ലാ കഴിവുകളും ഉണ്ട് ഒക്കെ എന്നുള്ള ഒരു വലിയ ഭാഗം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതൊക്കെ നമുക്ക് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് നമുക്ക് പിന്നാലെ നമ്മൾ എടുക്കുന്നതാണ്. ആ സമയത്ത് ഈ സംഭവം അതിൻ്റെ ഓരോ വാക്യങ്ങളും വായിച്ച് വേണ്ട രീതിയിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. എന്നാലും ഇന്നത്തെ ഈ ദിവസം ഈ 16-ാം അധ്യായം നമുക്ക് വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് സമ്പത്ത് ദുർവിനിയോഗം ചെയ്തതായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് ധനവാന്റെ ഈ വിഷയവും ഇവിടെ വരുന്നത്. വാസ്തവത്തിൽ സമ്പത്തിനോടുള്ള മനുഷ്യന്റെ വിശ്വാസിയുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് വളരെ വ്യക്തമായ രീതിയിൽ നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദൈവം തരുന്നതായ സമ്പത്ത്, അത് നമ്മുടെ ആരോഗ്യമാവാം, നമ്മുടെ സൗന്ദര്യമാവാം, നമ്മുടെ ജ്ഞാനമാകാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കാഷ് ബാലൻസ് ആവാം, എന്തുമായിക്കൊള്ളട്ടെ, ദൈവം തന്നിട്ടുള്ള ദാനങ്ങളെ അത് അവരിനു വേണ്ടി വിനിയോഗിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള ബോധ്യത്തോടെ ആ ഉത്തരവാദിത്വം നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ വിനിയോഗിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നു, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് ചെയ്യാത്തവനത് പാപമത്രേ. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് ചെയ്യാത്തവനത് പാപമത്രേ എന്നാണ്. അപ്പൊ നമ്മൾ തിന്മകൾ ചെയ്യുന്നത് മാത്രമല്ല പാപം, ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യാതിരിക്കുന്നതും പാപത്തിന്റെ പട്ടികയിലാണ് പെടുന്നത്. നമുക്കൊക്കെ കൂടുതൽ പാപവും അങ്ങനെയുള്ളതാണ്. നമുക്ക് നന്മ ചെയ്യാൻ അവസരമുണ്ട്, അറിയുകയും ചെയ്യാം, പക്ഷെ നമ്മളിത് ചെയ്യുന്നില്ല. തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരത്തെ നമ്മൾ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് പരമാവധി തിന്മകൾ ചെയ്യാതെ പരമാവധി നന്മകൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം ഈ അധ്യായം വായിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു സന്തോഷപ്രദമായ അനുഗ്രഹപ്രദമായ ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.